17-ാം ദിവസം ഇടയന്മാർ. എൻ്റെ ഒരു ആൻറ്റിയുടെ വീടിന് പുറത്ത് വാതിൽക്കലിന് സമീപം മനോഹരമായ ഈശോയുടെ ഒരു ചിത്രം കാണാറുണ്ട്. നല്ലിടയനായ ഈശോയുടെ ചിത്രം, ഒരു കുഞ്ഞാടിനെ തോളിലേന്തി ഒരുപാട് കുഞ്ഞാടുകൾക്ക് നടുവിൽ നിൽക്കുന്ന ഈശോയുടെ ചിത്രം. സൂര്യ തേജസ് തൊട്ട പുൽത്തൊഴുത്തിലെ ആദ്യ സന്ദർശകർ ഇടയന്മാരാണ്. സാമൂഹ്യ ശ്രേണിയിൽ ഉന്നത സ്ഥാനങ്ങളോ അധികാരത്തിൻ്റെ ചെങ്കോലുകളോ ഇല്ലാത്ത സാധാരണക്കാർ. പകൽ മുഴുവൻ വെയിലും മഴയും കൊണ്ട് രാത്രിയിൽ തണുപ്പിനെ പ്രതിരോധിക്കാൻ തീ കാഞ്ഞ് ചുറ്റുമിരുന്ന് കഥകൾ പറയുന്ന പാവങ്ങൾ. അവരുടെ ലോകം ആട്ടിൻപറ്റങ്ങളും മലഞ്ചെരിവുകളും മാത്രമായിരുന്നു. കൊട്ടാരങ്ങളിലെ രാജാക്കന്മാരെയല്ല, മറിച്ച് ഈ എളിയ മനുഷ്യരെയാണ് സ്വർഗം തങ്ങളുടെ ആദ്യ അതിഥികളായി തെരഞ്ഞെടുത്തത് എന്നത് ദൈവത്തിൻ്റെ അപാരമായ കരുണയുടെ തെളിവാണ്. കാലിത്തൊഴുത്തിൽ ആദ്യമെത്തി രക്ഷകനെ സന്ദർശിക്കാൻ എന്തുകൊണ്ടും അനുയോജ്യർ ആട്ടിടയർ തന്നെയാണ്. കാരണം ഇസ്രായേലിൻ്റെ ഇടയർ ബേത്ലഹേമിൽ നിന്ന് വരും എന്ന മിക്കായുടെ പ്രവചനം അറിയാവുന്നവരാണ് ഇവർ. ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കാൻ വന്ന നല്ലിടയൻ്റെ മുഖം ഇടയ മനസ്സും ജീവിതവുമുള്ള ആട്ടിടയന്മാർ തന്നെ കാണേണ്ടത് അനിവാര്യമാണല്ലോ. നിതാന്ത ജാഗ്രതയിൽ ആടുകൾക്ക് കാവലിരുന്നവർ എന്നാണ് സുവിശേഷം ഇവരെ പരിചയപ്പെടുത്തി തരുന്നത്. ഇതാണ് വേദപുസ്തകത്തിന്റെ ഭാഷയിലെ ജാഗ്രത. ഒന്നിനും മായ്ച്ചു കളയാനാവാത്ത ഒരു ഉണർവ്. സ്വന്തം കർമ്മമണ്ഡലത്തെ ഗൗരവമായി എടുക്കുന്ന എല്ലാവരിലും ആ ഉണർവുണ്ട്. ഇടയന്മാരെ പോലെ ഓരോരുത്തരുടെയും കർമ്മവീതിയിലെ അർപ്പണത്തെ യോഗ്യതയായി ദൈവം എണ്ണുന്നുണ്ട്. അങ്ങനെയാണ് വലയെറിയുന്നവരെയും ചുങ്കക്കാരെയും ഒക്കെ അവിടുന്ന് തിരിച്ചറിയുന്നതും കൂടെ കൂട്ടിയതും. ഈ ക്രിസ്മസ് കാലത്ത് ആട്ടിടയന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. ദൈവം തെരഞ്ഞെടുക്കുന്നത് സ്ഥാനമാനങ്ങളെയോ സമ്പത്തിനെയോ അല്ല, മറിച്ച് എളിമയുള്ള ഹൃദയത്തെയും അർപ്പണബോധമുള്ള മനസ്സിനെയും വിശ്വസ്തതയുള്ള മനുഷ്യരെയുമാണ്. അതിൽ ഞാനുണ്ടോ എന്ന ചോദ്യം ബാക്കിയാകുന്നു. ആമേൻ.